who takes a lot of tension. Yes. What has she sold to Archana? How much money is receivable by her? What is the spot rate? 80. Will Archana pay now? No. She will pay after 1 year. എൻ്റെ പേര് ഷഹീർ. ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്, പാലക്കാട്. ഞാൻ 3 സബ്ജക്ട് ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. FR, ഓഡിറ്റ്, അതേപോലെ AFM. ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സും ലീവ് ആക്കേണ്ട ആവശ്യം വന്നില്ല. ക്ലാസ് മിസ്സാക്കാൻ നമുക്ക് തോന്നത്തില്ല. നമുക്ക് എന്താ വെച്ചാൽ ഫാക്കൽറ്റീസ് അത്രയും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മളോട്. ഏത് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും ഏത് സമയത്താണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് വാട്സപ്പിലാണെങ്കിലും ഇവിടുന്നാണെങ്കിലും അറ്റ് ദ സെയിം ടൈം നമുക്ക് എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും എപ്പോൾ ഏത് ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ഞാൻ ഫസ്റ്റ് ടൈം CE ഫൈനൽ എഴുതാൻ പോവാണ്. ഇതുവരെ AFM ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ലോജിക്കിൽ തരുൺ ജഗതി സാറിന് ക്ലാസ് ഉണ്ട് അറിഞ്ഞത്. അങ്ങനെയാണ് വന്നത്. ഇപ്പം നോർമലി നമ്മൾ CA ഫൈനൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു സ്ട്രെസ്സും പെയിനും കാര്യങ്ങളൊക്കെ. ഓരോ സബ്ജക്റ്റ് നമ്മൾ എത്രത്തോളം ഉണ്ട് AF സബ്ജക്റ്റ്, അത് നമുക്ക് ഒരിക്കലും ആ കൺസെപ്റ്റും കാര്യങ്ങളും ഒന്നും ഒറ്റയിരിപ്പിലും നമുക്ക് ഒറ്റയ്ക്കൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരുപാട് സമയം വേണം നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ. സാറിൻ്റെ ഈ 11 ദിവസത്തെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. എന്ന് പറഞ്ഞാൽ 11 ദിവസം കൊണ്ട് ഫുൾ കൺസെപ്റ്റ് അതൊന്നും നമ്മൾ ഒരിക്കലും CA ഫൈനൽ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും അറിയാം ഒരിക്കലും ഒരു 100% കവറേജ് എവിടെയും തരുന്നില്ല, ആരും തരുന്നില്ല. പക്ഷേ സാറ് 100% കൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇന്റർവ്യൂലും സാറിന്റെ ക്ലാസ് കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിന്റെ ക്ലാസ് ഫൈനലിൽ അറ്റൻഡ് ചെയ്യാൻ വന്നത്. ഞാൻ ഇന്റർ ചെയ്തത് ലോജിക്കിലാണ്. അപ്പോൾ ഫൈനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. നമുക്കറിയണ പോലെ CMAക്ക് മാത്രമായിട്ട് അങ്ങനെ കോഴ്സസ് അവൈലബിൾ അല്ല. അപ്പോൾ യൂഷ്വലി CMA പോർഷൻസ് കവർ ചെയ്യണവർ കുറവാണ്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ലോജിക്കിന്റെ ഈ ഇന്റൻസീവ് കോഴ്സ് അറിഞ്ഞത്. AFM ആണെങ്കിലും സാറ് പക്ക എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ നോട്ടിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ വെച്ചിട്ട് വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നമുക്ക് ഗൂഗിളിൽ ഓരോ കമ്പനികളുടെ ഷെയറിന്റെ വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് പക്ക നമുക്ക് കോൺസെപ്ച്വലി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തന്നിട്ടാണ് സാർ ക്ലാസ് എടുത്ത് പോകുന്നത്. ആൻഡ് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കൺസെപ്റ്റ്സ് റിച്ച് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സാർ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. സോ ഇത് ഈസിലി നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും പറ്റും, റിമെമ്പർ ചെയ്യാനും പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ ഇത് പ്രോബ്ലംസ് ഒത്തിരി ഉള്ള സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ സാറ് സമയം എടുത്ത് നമുക്ക് സമയം തന്ന് നമ്മൾ സ്വന്തമായി ചെയ്തിട്ട് അങ്ങനെയാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം കൺസെപ്റ്റ് പറഞ്ഞു തരും, അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോബ്ലംസും ചെയ്യിപ്പിക്കും. ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതാണെങ്കിലും ഇൻഡിവിജ്വൽ ഓരോ കുട്ടികൾക്കും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഫുൾ സോൾവ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ആൻഡ് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദെൻ സാർ നല്ലൊരു ഇൻട്രാക്റ്റീവ് ആണ്, നമ്മളുമായിട്ടൊരു നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, സാറിന്റെ ബുക്ക് നമുക്ക് എക്സാമിന്റെ തലേന്ന് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചോദ്യം അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ കൺസെപ്റ്റും അതായത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നിറഞ്ഞൊരു ബുക്കാണത്. നമുക്ക് തലേന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആൻഡ് ഷോർട്ടായിട്ട് നമുക്ക് എക്സാംഷൻ AFM എടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത് എന്തായാലും സാറ് ലോജിക് ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. സാറിൻ്റെ ബുക്കാണെന്നുണ്ടെങ്കിലും 1 day ബിഫോർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്ലാസ്സും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ക്ലാസ്സിൽ, ഒട്ടും സ്ട്രെസ് ഇല്ലാതെ. വെരി ബേസിക്സ് തൊട്ട് പറഞ്ഞിട്ടാണ് സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്റർവ്യൂവിൽ പഠിച്ച കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഫ്രണ്ട് സ്ക്രാച്ചിൽ നിന്ന് തന്നെയായിരുന്നു ഫൈനലിൽ ഈ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്തേ. സോ ദാറ്റ് വെരി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാർ ഭയങ്കര അടിപൊളിയായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും, കോൺസെപ്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ ക്ലാസ്സുകളെല്ലാം. എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. താങ്ക് യു.